നിന്റെ പല്ലടിച്ച് പൊട്ടിക്കുകയാണ് എൻ്റെ അന്ത്യാഭിലാഷം എന്ന് റെന പുച്ഛത്തോടെ മറുപടി നൽകി ബിന്നിയും. ബിന്നിയുടെ പല്ലടിച്ച് പൊട്ടിക്കുകയാണ് എന്നാണ് എൻ്റെ അന്ത്യാഭിലാഷം എന്നായിരുന്നു റെന ഫാത്തിമ പറഞ്ഞത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ആരംഭിക്കുന്നത് ഓഗസ്റ്റ് 3-നായിരുന്നു. നിരവധി മേഖലകളിലുള്ള മത്സരാർത്ഥികളുമായി തുടങ്ങിയ ഷോയിൽ നിന്നും ഇതിനകം 4 പേർ പുറത്തായി കഴിഞ്ഞു, എവിക്റ്റായി. കൂടാതെ 5 വൈൽഡ് കാർഡുകളും ഷോയിൽ എത്തിയിട്ടുണ്ട്. വന്ന പാടെ തന്നെ ഇവർ തങ്ങളുടെ ഗെയിമും തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ ഷോയിൽ വീക്ക്ലി ഗെയിം നടക്കുകയാണ്. ടീം തിരിഞ്ഞാണ് ഗെയിം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ആരംഭിച്ച ടാസ്കിൻ്റെ ബാക്കി ഇന്നലെയും നടന്നു. ടാസ്കിൽ മുന്നേറുന്നതിനിടെ റെനയും ബിന്നിയും തമ്മിലുണ്ടായ സംസാരം ശ്രദ്ധ നേടുകയാണ്. ബിന്നിയുടെ പല്ലടിച്ച് പൊട്ടിക്കുകയാണ് എൻ്റെ അന്ത്യാഭിലാഷം എന്നായിരുന്നു റെന ഫാത്തിമ ബിന്നിയോടായി പറഞ്ഞത്. അക്ബർ, ജിസേൽ ഉൾപ്പെടെയുള്ളവരും അവിടെ ഉണ്ടായിരുന്നു. അടിച്ചു പൊട്ടിക്ക്, നീ വാ, ഇപ്പോൾ പൊട്ടിക്ക്, എന്തിനാ കാത്തിരിക്കുന്നത് എന്ന് ബിന്നി വെല്ലുവിളിച്ചു. സമയമാകുമ്പോൾ അടിച്ചു പൊട്ടിക്കാം, ബസറടിക്കട്ടെ, അതാകുമ്പോൾ കൂമ്പിനിട്ട് അടിച്ചാലും കുഴപ്പമില്ലല്ലോ. എൻ്റെ ഈ മുഖം സ്വപ്നത്തിൽ പോലും അടിച്ചിരുന്നോ എന്നായിരുന്നു റെനയുടെ അടുത്ത ഡയലോഗ്. അയ്യേ, ഈ മുഖമോ എന്നാണ് പുച്ഛത്തോടെ ബിന്നി ചോദിച്ചത്. വേറെ വല്ലവരെയും കണ്ടിട്ട് കളിക്കാതെ സ്വന്തമായിട്ട് വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. സ്വന്തമായിട്ട് കളിക്കുമോളെ എന്ന് ബിന്നി പറഞ്ഞതിന് എട്ടായിമാരെ കൂട്ടിപ്പിടിച്ചില്ലേ ഗെയിം കളിക്കുന്നതെന്നായിരുന്നു റെനയുടെ ആരോപണം. ഇതിന് ഞാൻ ഗെയിം കളിക്കുമ്പോൾ എട്ടായിമാരെ കൊണ്ടുവരാറില്ല, ഞാൻ തന്നെയാണ് കളിക്കുന്നത് മോളെ എന്നായിരുന്നു ബിന്നിയുടെ മറുപടി. കഴിഞ്ഞ കുറച്ച് നാളുകളായി എല്ലാവരെയും മോശം ഭാഷ ഉപയോഗിച്ച് പ്രകോപിപ്പിക്കുന്ന റെനയ്ക്ക് ഇത് നെഗറ്റീവ് ആകുമോ എന്നത് കണ്ടറിയണം. അപ്പോൾ എന്തായാലും കാത്തിരിക്കാം ഈ ആഴ്ചത്തെ എവിക്റ്റ് എപ്പിസോഡിനായി. ആരൊക്കെ എവിക്റ്റ് ആകും, അതോ ആരും ആവില്ലയോ? റെനയ്ക്കും ബിന്നിക്കും എന്തായിരിക്കും അടുത്ത അവരുടെ കളി പ്ലാനുകൾ? നോക്കാം, കണ്ടറിയാം, കാത്തിരിക്കാം.